ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ ടോപ്പിക്കായ ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡാംഡ് ഓസിലേഷൻ, ഫോഴ്സ്ഡ് ഓസിലേഷൻ, റെസൊണൻസ് എന്നീ ടോപ്പിക്കിൽ നിന്നും PSC, SSC, UPSC അങ്ങനെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് ഇവ ഓരോന്നും എന്താണെന്ന് നമുക്കൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് ഒന്ന് പഠിച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീ ഓസിലേഷൻ എന്താണെന്ന് നോക്കാം. When an object oscillates without any external resistance or force and continues indefinitely with constant amplitude and natural frequency. അതായത് ഒരു ഒബ്ജക്റ്റ് ബാഹ്യബലങ്ങളുടെ ഒന്നും ഒരു ഇൻഫ്ലുവൻസും കൂടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഓസിലേഷനാണ് ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ഫ്രിക്ഷനോ റെസിസ്റ്റൻസോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. ഇതൊരു ഐഡിയൽ കേസാണ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ ഐഡിയലായിട്ട് ഓരോന്ന് പറയാറില്ലേ, അതുപോലെയുള്ള ഒരു ഐഡിയൽ കേസാണ് ഈ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് തന്നേക്കുന്നത് നോക്കിക്കേ, എ പെൻഡുലം ഇൻ വാക്വം. അതായത് നമ്മുടെ ഒരു പെൻഡുലം എവിടെ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. എയറിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ എന്താ പറ്റുക? ഫ്രിക്ഷൻ കാരണം ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഐഡിയൽ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ വാക്യൂം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ഓർ എ ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റിംഗ് ഇൻ എയർ ഫോർ എ ഷോർട്ട് ടൈം. അതായത് നമ്മളൊന്ന് ചെറുതായിട്ട് ട്യൂണിങ് ഫോർക്ക് തട്ടിയാൽ ആദ്യം കുറച്ച് സമയം അത് സ്വാഭാവികമായിട്ടിരുന്ന് വൈബ്രേറ്റ് ചെയ്യത്തില്ലേ, ആ ഒരു ഷോർട്ട് ടൈമിലുള്ള വൈബ്രേഷൻ. പിന്നെ അവിടെ റെസിസ്റ്റൻസ് വന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഐഡിയൽ കേസ് ആയതുകൊണ്ട് ആ ഷോർട്ട് ടൈമിലുള്ള അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഫ്രീ ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കിക്കേ. X = A sin ω0t + phi. അതായത് എന്താണ് ഇവിടെ ω0 അല്ലെങ്കിൽ ω0 എന്ന് പറയുന്നത് എന്താണ്? ആ വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, അതായത് സ്വാഭാവിക ആവൃത്തി. അടുത്തതായി നമുക്ക് ഡാംഡ് ഓസിലേഷൻസ് എന്താണെന്ന് നോക്കാം. When an oscillator slowly loses its energy due to friction, air resistance or other opposing forces, the amplitude decreases with time. That's called damping. അതായത് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ് അതായത് വായുവിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ മറ്റ് ഒപ്പോസിങ് ഫോഴ്സസ് ഒക്കെ കാരണം എന്താണ്, ഒരു ഓസിലേറ്ററിൻ്റെ എനർജി അല്ലെങ്കിൽ ഊർജം പതിയെ പതിയെ കുറയുന്നത് കാരണം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്ന ഒരു തരം ഓസിലേഷനാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്, മറ്റൊന്നുമില്ല, എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഫ്രീ ഓസിലേഷൻ എന്ന്. ഫ്രീ ഓസിലേഷൻ്റെ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല, ഒരു തടസ്സവും ഒന്നുമില്ല. അതുകൊണ്ടാണ് അതെന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാംഡ് ഓസിലേഷൻ്റെ കേസിൽ എന്താണ്, അവിടെ ഒരു തടസ്സമുണ്ട് അല്ലേ. എന്താണ്, അവിടെ വാക്യൂം ഒന്നുമില്ല, അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ എയർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ ഫ്രിക്ഷനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു, സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്ന ഒരു തരം ഓസിലേഷനാണ് ഡാംഡ് ഓസിലേഷൻ. ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ കൂടെ നമുക്ക് നോക്കാം. ദ ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം ഡ്യൂ ടു ലോസ് ഓഫ് എനർജി ആർ കാൾഡ് ഡാംഡ് ഓസിലേഷൻ. അതായത് ഏതുതരം ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണോ സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നത്, എന്ത് കാരണം, എനർജി നഷ്ടപ്പെടുന്നത് കാരണം, അങ്ങനെയുള്ള ഓസിലേഷൻസിനാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഡാംഡ് ഓസിലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് X = A e⁻ bt sin ω'(t + phi). ഇതാണ് നമ്മുടെ ഡാംഡ് ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലെ B എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്നറിയപ്പെടുന്നു. ഈ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്താണ്? The damping constant is a constant that determines the rate at which the amplitude of a damped oscillation decreases with time due to energy loss. അതായത് ഊർജ്ജനഷ്ടം കാരണം എന്ത് സംഭവിക്കുന്നു, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറയുന്നു. അത് എത്രത്തോളം ആണ് കുറഞ്ഞു വരുന്നത് എന്നുള്ള ഒരു അളവിനെ സൂചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് B എന്ന് പറയുന്നത്. അതായത് ആ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്.
അപ്പോൾ ഇവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ബിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഓസിലേഷൻസ് നിന്നു പോവും. അതായത് എന്താണ് പറയുന്നത്, പെട്ടെന്ന് ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ബിയുടെ വാല്യൂ കുറവാണെങ്കിൽ എന്താണ്, പതുക്കെയാണ് ആംപ്ലിറ്റ്യൂഡ് കുറയുന്നത്. അതായത് ഓസിലേഷൻ പതുക്കെ സ്റ്റോപ്പ് ആവൂ എന്നാണ് അർത്ഥം. അതുപോലെ ഈ ഇക്വേഷനിലെ ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഡാമ്പ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഫ്രീക്വൻസിയാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡാംഡ് ഓസിലേഷൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ആംപ്ലിറ്റ്യൂഡ് ഗ്രാജുവലി ഡിക്രീസസ്, അതായത് ആംപ്ലിറ്റ്യൂഡ് പതിയെ പതിയെ കുറയുന്നു. എനർജി ഈസ് ലോസ് ഡ്യൂ ടു റെസിസ്റ്റീവ് ഫോഴ്സസ്, റെസിസ്റ്റീവ് ഫോഴ്സസ് കാരണം ഊർജം പതിയെ നഷ്ടപ്പെടുന്നു. എന്തൊക്കെയാണ് റെസിസ്റ്റീവ് ഫോഴ്സസ്? ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്, പിന്നെ എന്തുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സസ്, അല്ലാതെ മറ്റ് ഒപ്പോസിങ് ഫോഴ്സസ് എല്ലാം എന്താണ്, റെസിസ്റ്റീവ് ഫോഴ്സസിന് എക്സാമ്പിളാണ്. ഇതൊക്കെ കാരണം എന്ത് സംഭവിക്കുന്നു, ഊർജം നഷ്ടപ്പെടുന്നു. ഫ്രീക്വൻസി സ്ലൈറ്റ്ലി ഡിക്രീസസ്, അതായത് ഫ്രീക്വൻസി പതുക്കെ കുറഞ്ഞു വരുന്നു. അടുത്തത് ഇവഞ്ച്വലി മോഷൻ സ്റ്റോപ്സ്, അതായത് മെല്ലെ മെല്ലെ എന്ത് പറ്റുന്നു, ഈ ഓസിലേഷൻസ് അല്ലെങ്കിൽ ആ ചലനം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഡാംഡ് ഓസിലേഷൻസിൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. എ പെൻഡുലം മൂവിങ് ഇൻ എയർ സ്ലോലി സ്റ്റോപ്സ്, അതായത് ഒരു പെൻഡുലം എന്താണ്, നമ്മുടെ എയറിൻ്റെ പ്രസൻസിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലം പതിയെ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിൽക്കുന്നു. അത് എന്തിന് എക്സാമ്പിളാണ്, ഡാമ്പിങ്ങിന് ഡാംഡ് ഓസിലേഷന് എക്സാമ്പിളാണ്. കാരണം എന്താണ്, അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലേ, വാക്യൂം അല്ല, എയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് എയറിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഈ പെൻഡുലം പതിയെ നിൽക്കുന്നത് ഒരു എക്സാമ്പിളാണ്. അടുത്തത് ഷോക്ക് അബ്സോർബേഴ്സ് ഇൻ കാറിനകത്ത് എന്തുണ്ട്, ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. അതും എന്തിന് എക്സാമ്പിളാണ്, ഡാംഡ് ഓസിലേഷന് എക്സാമ്പിളാണ്. അതെങ്ങനെയാ അറിയോ, കാറിൽ എന്താണ് ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബമ്പിലൊക്കെ കയറി കാർ ഇറങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ സ്പ്രിങ് കംപ്രസ് ആയിട്ട് പിന്നെ അതെന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഷോക്ക് അബ്സോർബർ ഇല്ലെങ്കിൽ ആ ഓസിലേഷൻ എന്താണ് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് നമ്മുടെ കാർ എന്താണ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് കാറിൽ എന്തുള്ളത്, ഷോക്ക് അബ്സോർബേഴ്സ് ഉള്ളത്. അപ്പോൾ ഷോക്ക് അബ്സോർബേഴ്സ് എന്താ ചെയ്യുന്നത്, അതിനെ ഡാമ്പ് ചെയ്യുന്നു. അതായത് ഈ ഓസിലേഷൻസിനെ ചെറുതായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ആര് ചെയ്യുന്നത്, ഷോക്ക് അബ്സോർബേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് സ്വിങ് ആഫ്റ്റർ എ പുഷ് ഗ്രാജുവലി സ്റ്റോപ്സ്, അതായത് ഒരു ഊഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാൾ ഊഞ്ഞാലിൽ ഇരിക്കുന്നു, മറ്റൊരാൾ ഊഞ്ഞാൽ പതിയെ എന്താണ് തള്ളി ആട്ടിക്കൊടുക്കുവാണ്. അപ്പോഴെന്താണ് പറ്റുന്നത്, കുറച്ച് കഴിയുമ്പോൾ ആ ഊഞ്ഞാൽ താനെ നിൽക്കൂലേ. അതിന് കാരണം എന്താണ്, അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഊഞ്ഞാൽ നിൽക്കാൻ കാരണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്നാണ്. When an external periodic force keeps on acting on an oscillator, the system vibrates with the frequency of the external force, not its natural one. അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു ഒരു ബോഡിയെ അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററിനെ എന്താണ് കണ്ടിന്യൂസ്ലി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ, എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട്. അപ്പോൾ അത് അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിലല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിയിലല്ലാതെ നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് കാരണമാണ് ഇത് മൂവ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലല്ല. അങ്ങനെയുള്ള ഓസിലേഷൻസിനാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ഊഞ്ഞാലിൻ്റെ കേസ് പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ പറയാം. അപ്പോൾ ഒരു കുട്ടി ഒരു ഊഞ്ഞാലിൽ ഇരിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറകിൽ നിന്ന് ആ കുട്ടിയെ പുഷ് ചെയ്ത് എന്താണ് ഊഞ്ഞാൽ മൂവ് ചെയ്യിക്കുവാണ്. അപ്പോൾ ഈ കുട്ടി ഇപ്പം ഞാൻ ഒറ്റ തവണയെ പുഷ് ചെയ്തെങ്കിൽ എന്താ പറ്റുക, കുറച്ച് സമയം കഴിയുമ്പോൾ ഡാമ്പിങ് കാരണം എന്ത് പറ്റും, ഈ ഊഞ്ഞാലങ്ങ് നിൽക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് പകരം ഈ ഊഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ഓരോ തവണയും ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ പുഷ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഊഞ്ഞാൽ നിൽക്കുവോടെ ഇല്ല, ഇത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ഈ ഊഞ്ഞാൽ ആടിക്കൊണ്ടേ ഇരിക്കും. അതായത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും എന്താണ് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ടൈമിലും പീരിയോഡിക്കലി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫോഴ്സ് കാരണം ഈ ഊഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് എന്ത്, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, ട്യൂണിങ് ഫോർക്ക് നിയർ എ വൈബ്രേറ്റിംഗ് ബോർഡ്. നമ്മൾ +2 എന്താണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിട്ട് എന്താണ് റെസൊണൻസ് ബോക്സിൽ കൊണ്ട് വയ്ക്കുമ്പോൾ വലിയ സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ
ചെയ്തിട്ടുണ്ടല്ലേ. അവിടെ എന്താണ് പറ്റുന്നത്, ആ ബോർഡ് അല്ലെങ്കിൽ ആ റെസൊണൻസ് ബോക്സ് വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ഈ ട്യൂണിങ് ഫോർക്കിൻ്റെ ആ ഫ്രീക്വൻസി കാരണം അതെന്താണ്, അവിടെ ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ നടക്കുവാണ് അല്ലേ. അത് കാരണം ഈ ട്യൂണിങ് ഫോർക്കാണ് അവിടെ ആ ബോർഡിനെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ എ സി സർക്യൂട്ടിൽ ഇത് എങ്ങനെയാണ് വരുന്നത്, അതായത് എ സി സർക്യൂട്ടിൽ എന്താണ്, എ സി സർക്യൂട്ടിൻ്റെ സോഴ്സ് എപ്പോഴും ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, കറണ്ടും ചാർജും ഒക്കെ അതിൻ്റെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഇക്വേഷനാണ് x=a sin ωt എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസൊണൻസ്. When the frequency of the external force becomes equal to the natural frequency of the oscillator, the amplitude of oscillation becomes maximum. That condition is called resonance. That is, omega is equal to omega 0 or omega naught. അതായത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ നമ്മുടെ ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുന്ന ടൈമിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ ബിക്കംസ് മാക്സിമം. ആ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് മാറും. ആ കണ്ടീഷനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഒമേഗ ആയിട്ടും നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ നോട്ടായിട്ടും എടുത്താൽ ഒമേഗ = ഒമേഗ നോട്ട് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. റെസൊണൻസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അറ്റ് റെസൊണൻസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എനർജി ട്രാൻസ്ഫർ ഈസ് മാക്സിമം, അതുപോലെ എനർജി ട്രാൻസ്ഫറും അവിടെ മാക്സിമം ആയിരിക്കും. ദി സിസ്റ്റം വൈബ്രേറ്റ് സ്ട്രോങ്ലി, അതായത് ഇത് രണ്ടും ഈക്വലായിട്ട് വരുന്ന ഈ രണ്ട് ഫ്രീക്വൻസീസും ഈക്വലായിട്ട് വരുന്ന ടൈമിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കാം. ട്യൂണിംഗ് ഫോക്ക് മേക്കിംഗ് അനദർ ട്യൂണിംഗ് ഫോക്ക് ഓഫ് സെയിം ഫ്രീക്വൻസി വൈബ്രേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് അതേ ഫ്രീക്വൻസിയിലുള്ള മറ്റ് ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ ഗ്ലാസ് ബ്രേക്കിംഗ് വെൻ സിംഗർ മാച്ചസ് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഒരു പാട്ടുകാരൻ എന്താണ് പാട്ട് പാടുകയാണ്. അപ്പോൾ ആ പാട്ടുകാരൻ്റെ സൗണ്ടിന് എന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയും ആ റൂമിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആയാൽ എന്ത് പറ്റും, അവിടെ റെസൊണൻസ് സംഭവിക്കും അല്ലേ. റെസൊണൻസ് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് വളരെ വലുതായിരിക്കും, അതുകൊണ്ട് സ്ട്രോങ് വൈബ്രേഷൻസ് ഉണ്ടാവും. അങ്ങനെ ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് ബ്രിഡ്ജസ് ഷേക്കിംഗ് ഡ്യൂ ടു വിൻഡ്, അതായത് എല്ലാ വസ്തുക്കൾക്കും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടല്ലേ, അതേപോലെ നമ്മുടെ ബ്രിഡ്ജിനും അല്ലെങ്കിൽ പാലത്തിനും എന്തുണ്ട്, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ വിൻഡ് അഥവാ കാറ്റെന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്, അതിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ രണ്ട് ഫ്രീക്വൻസിയും കൂടെ മാച്ചായിട്ട് വന്നാൽ എന്ത് പറ്റും, ബ്രിഡ്ജ് അൺകൺട്രോളബിളായിട്ട് ഷേക്ക് ചെയ്യും, അല്ലെങ്കിൽ തകർന്നു വീഴുമെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഈ പട്ടാളക്കാർക്കൊന്നും ഈ ബ്രിഡ്ജിൽ മാർച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എന്താണ്, അവർ ഈ ഒരേ താളത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഇവരുടെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ചായാൽ എന്ത് പറ്റും, ബ്രിഡ്ജ് തകർന്നു വീണു പോകും. അത് അവിടെ റെസൊണൻസ് ഉണ്ടാവും, അതാണ് കാരണം. അതുകൊണ്ട് അത് അങ്ങനെ നടക്കാൻ പാടില്ല. അതിന് കാരണം എന്താണ്, റെസൊണൻസ് ഉണ്ടായാൽ ബ്രിഡ്ജ് തകർന്നു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബ്രിഡ്ജിൽ നാച്ചുറലി നടന്നു പോകുന്നത് മാർച്ചിങ്ങിന് പകരം. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് ഷോർട്ടായിട്ട് ഒരു ബോക്സിൽ തന്നേക്കുവാണ്. ഫ്രീ ഓസിലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x=a sin ωt + phi എന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്, കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, അതായത് ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം എന്താണ്, അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും ആക്ട് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഡാംഡ് ഓസിലേഷൻ്റെ ഇക്വേഷനാണ് x=a e⁻ bt sin ω'(t + phi). അവിടെ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഡീക്കേസ് എക്സ്പൊണൻഷ്യലി, അതായത് ആംപ്ലിറ്റ്യൂഡ് പതിയെ സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. അടുത്തത് ഫോഴ്സ്ഡ് ഓസിലേഷൻ x=a sin ωt. ഫ്രീക്വൻസി ഡ്രൈവിംഗ് ഫ്രീക്വൻസി, അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ സെയിം ഫ്രീക്വൻസിയാണ് ഏതിന്, നമ്മുടെ ഓസിലേറ്ററിന് കിട്ടുക.
ഇനി റെസണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട്. അതായത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട്. അവിടെ എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSC, SSC, UPSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് ഡാമ്പിംഗ്? അതായത് ഡാമ്പിംഗ് നടക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡിന് എന്ത് പറ്റുന്നു എന്നാണ് ചോദ്യം. എന്താണ്? വല്ലതും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ്? ഡിക്രീസസ്. എക്സ്പ്ലനേഷൻ എന്താണ്? ഡാമ്പിംഗ് കോസസ് എനർജി ലോസ്, ദാറ്റ്സ് വൈ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസസ് ഗ്രാജുവലി. എന്താണ്? ഡാമ്പിംഗ് കാരണം എന്ത് സംഭവിക്കുന്നു? എനർജി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് പതിയെ കുറഞ്ഞു വരുന്നു. അടുത്ത ചോദ്യം, ഇൻ ഫോഴ്സ്ഡ് ഓസിലേഷൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു ഡാഷ്. അതായത് ഫോഴ്സ്ഡ് ഓസിലേഷനിൽ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്തിന് തുല്യമായിരിക്കും എന്നാണ് ചോദ്യം. എന്തിന് തുല്യമായിരിക്കും? ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും ആ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ, ഇൻ ഫോഴ്സ്ഡ് ഓസിലേഷൻ മോഷൻ ഫോളോസ് ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി നോട്ട് ഇറ്റ്സ് ഓൺ. അതായത് ഫോഴ്സ്ഡ് ഓസിലേഷനിൽ മോഷൻ എന്താണ്? നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസിയിലായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലല്ല. അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. അടുത്ത ചോദ്യം, റെസൊണൻസ് ഒക്കേഴ്സ് വെൻ ഡാഷ്. അതായത് എപ്പോഴാണ് റെസൊണൻസ് ഉണ്ടാവുന്നത് എന്നാണ്. നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് ഫ്രീക്വൻസീസ് ആർ ഈക്വൽ. അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയും സെയിം ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് റെസൊണൻസ് സംഭവിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് ഫ്രീക്വൻസിയും ഒമേഗ നോട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയും. അവ ഈക്വൽ ആവുമ്പോഴാണ് റെസൊണൻസ് കണ്ടീഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റെസൊണൻസ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റെസൊണൻസിന് എക്സാമ്പിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വായിച്ചേ പറ്റുള്ളൂ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബേഴ്സ് ഇൻ വെഹിക്കിൾസ്. ഓപ്ഷൻ ബി സ്വിംഗ് പുഷ്ഡ് പീരിയോഡിക്കലി വിത്ത് മാച്ചിങ് ഫ്രീക്വൻസി. ഓപ്ഷൻ സി ടക്കോമ ബ്രിഡ്ജ് കൊളാപ്സ്. ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ്. എന്താണ് ബി? സ്വിംഗ് പുഷ്ഡ് പീരിയോഡിക്കലി വിത്ത് മാച്ചിങ് ഫ്രീക്വൻസി. അതായത് ഊഞ്ഞാലിനെ നമ്മൾ പീരിയോഡിക്കലായിട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ മാച്ചിങ് ഫ്രീക്വൻസിയിൽ പുഷ് ചെയ്യുമ്പോൾ എന്താ? അതായത് ഊഞ്ഞാലിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റെസൊണൻസ് സംഭവിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് സ്വിംഗ് പുഷ്ഡ് പീരിയോഡിക്കലി എന്ന് പറയുന്നത് എന്ത് തരം ഓസിലേഷനാണ്? ഫോഴ്സ്ഡ് ഓസിലേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ റെസൊണൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷനാണ്. പക്ഷേ ആ ഫോഴ്സ്ഡ് ഓസിലേഷനിൽ ഒരു കണ്ടീഷൻ സംഭവിക്കുന്നു. എന്താണ്? ഈ ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുന്നു. ഇതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതേപോലെ ടക്കോമ ബ്രിഡ്ജ് കൊളാപ്സ്. എന്തോന്നാ ഈ ടക്കോമ ബ്രിഡ്ജ് കൊളാപ്സ്? അതും റെസൊണൻസും എന്താ ബന്ധം? ഇത് ഒരു GK കൂടെയാണ്. എന്താണ്? ടക്കോമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് USA ഒരു ബ്രിഡ്ജായിരുന്നു. ഇത് 1940 കൊളാപ്സ് ആയിപ്പോയി, തകർന്നുപോയി. എങ്ങനെയാ? അതായത് വിൻഡിൻ്റെ ഫ്രീക്വൻസിയും ഈ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വന്ന് ഇത് എന്തുപറ്റി? റെസൊണൻസിന് ഇരയായിട്ട് ഇത് തകർന്നു പോയ ഒരു ബ്രിഡ്ജാണ്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ എനർജി ലോസ് ഇൻ ഡാംഡ് ഓസിലേഷൻ മെയിൻലി ഡ്യൂ ടു. അതായത് ഡാംഡ് ഓസിലേഷനിൽ ഊർജ്ജനഷ്ടം ഉണ്ടാവാൻ പ്രധാന കാരണം എന്തെന്നാണ് ചോദ്യം. ഉത്തരം, ഫ്രിക്ഷൻ ആൻഡ് എയർ റെസിസ്റ്റൻസ്. എക്സ്പ്ലനേഷൻ, ദേ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ്, ആംപ്ലിറ്റ്യൂഡ് ഡ്രോപ്സ്. അതായത് ഈ ഫ്രിക്ഷനും എയർ റെസിസ്റ്റൻസും കാരണം മെക്കാനിക്കൽ എനർജി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് കാരണം ആംപ്ലിറ്റ്യൂഡ് ഡ്രോപ്പ് ആവുന്നു അല്ലെങ്കിൽ കുറയുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് റെസൊണൻസ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റെസൊണൻസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓപ്ഷൻ എ, ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി വിത്ത് ആംപ്ലിറ്റ്യൂഡ്. അതായത് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഫ്രീക്വൻസി കൂടുന്നത്.
അടുത്തത് സഡൻ ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് അറ്റ് മാച്ചിങ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി മാച്ച് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത്. ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വിത്ത് ടൈം, അതായത് സമയത്തിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നത്. അടുത്തത് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലുള്ള വൈബ്രേഷൻ. ഇതിലേതാണ് റെസൊണൻസിൻ്റെ ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? സഡൻ ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് അറ്റ് മാച്ചിങ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസീസ് മാച്ച് ആവുമ്പോൾ സഡനായിട്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ ഡാംഡ് ഓസിലേഷൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡാഷ്, അതായത് ഡാംഡ് ഓസിലേഷൻ്റെ കേസിൽ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഡിക്രീസസ് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം, അതായത് സമയത്തിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു. എക്സ്പ്ലനേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഡ്യൂ ടു ഫ്രിക്ഷൻ ഓർ എയർ റെസിസ്റ്റൻസ് പാർട്ട് ഓഫ് ദ എനർജി കൺവേർട്ട്സ് ഇൻ ടു ഹീറ്റ്, അതായത് ഫ്രിക്ഷൻ അഥവാ ഘർഷണവും എയർ റെസിസ്റ്റൻസും കാരണം ഈ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹെൻസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം, അതിൻ്റെ ഫലമായിട്ട് ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് എക്സ്പൊണൻഷ്യലി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താണ്? എ ടി ഇസ് ഈക്വൽ ടു എ നോട്ട് ഇ റൈസ് ടു മൈനസ് ബി ടി വെയർ ബി ഇസ് ഈക്വൽ ടു ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ്. അടുത്ത ചോദ്യം, ദ റേറ്റ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഇൻ എ ഡാംഡ് ഓസിലേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ, ഒന്നും ആലോചിക്കേണ്ട, എന്താണ്? ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. എക്സ്പ്ലനേഷൻ, ദ എക്സ്പൊണൻഷ്യൽ ഡീകേ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ബി, അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡീകേ അല്ലെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ബിയെ ആശ്രയിച്ചിരിക്കുന്നു. ലാർജർ ബി ക്വിക്കർ ഡീകേ ഓർ ഫാസ്റ്റർ എനർജി ലോസ്, അതായത് നമ്മുടെ ബിയുടെ വാല്യൂ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് ഓസിലേഷൻസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഫാസ്റ്റർ എനർജി ലോസ്, എനർജി അല്ലെങ്കിൽ ഊർജ്ജം അവിടെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്നാണ് ബിയുടെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഷോസ് ഡാംഡ് ഓസിലേഷൻ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡാംഡ് ഓസിലേഷന് ഉദാഹരണം? ഓപ്ഷൻ എ മോഷൻ ഓഫ് പെൻഡുലം ഇൻ വാക്വം, ഓപ്ഷൻ ബി മോഷൻ ഓഫ് പെൻഡുലം ഇൻ എയർ, ഓപ്ഷൻ സി സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് എർത്ത്, ഓപ്ഷൻ ഡി സിമ്പിൾ പെൻഡുലം ഓൺ ഫ്രിക്ഷൻലെസ് സർഫസ്. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? മോഷൻ ഓഫ് പെൻഡുലം ഇൻ എയർ. അവിടെ മാത്രമാണ് എന്ത് വരുന്നത്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഡാംഡ് ഓസിലേഷൻസ്. ദ പെൻഡുലം ലോസസ് എനർജി ഡ്യൂ ടു എയർ ഫ്രിക്ഷൻ, ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഗ്രാജുവലി. അതായത് പെൻഡുലം പതിയെ പെൻഡുലത്തിന് എന്ത് സംഭവിക്കുന്നു? എനർജി നഷ്ടപ്പെടുന്നു. ആര് കാരണം? എയർ ഫ്രിക്ഷൻ കാരണം. അത് കാരണം ആംപ്ലിറ്റ്യൂഡ് പതിയെ കുറയുന്നു. അടുത്ത ചോദ്യം, വെൻ ദ ഡാമ്പിംഗ് ഇൻ എ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഡാഷ്, അതായത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഡാമ്പിംഗ് കൂട്ടിയാൽ ആ സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അത് എങ്ങനെ കുറയും എന്നതാണ് ചോദ്യം. ഇതൊരു ചെറിയ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവിടെ എന്താണ്? മറ്റൊന്നുമല്ല, ഡാമ്പിംഗ് കൂട്ടുവാണ്. നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഡാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റീവ് ഫോഴ്സ്, റെസിസ്റ്റൻസ് കൂട്ടുവാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അവർ തന്നെ ക്വസ്റ്റ്യന് പറയുന്നുണ്ട് കുറയുമെന്ന്. അത് എങ്ങനെ കുറയുമെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് കൂടിയാൽ എന്ത് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു? പെട്ടെന്ന് ഓസിലേഷൻ നിൽക്കുമെന്ന് പറഞ്ഞു. അതായത് എനർജി ലോസ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതും ഫാസ്റ്റർ ആയിട്ടായിരിക്കും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഫാസ്റ്റർ. മോർ ഡാമ്പിംഗ്, മോർ റെസിസ്റ്റീവ് ഫോഴ്സ്, എനർജി ലോസ് ഫാസ്റ്റർ, ആംപ്ലിറ്റ്യൂഡ് ഡീക്കേസ് റാപ്പിഡ്ലി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഉദാഹരണം എന്നതാണ് ചോദ്യം. എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിക്കാം. ഓപ്ഷൻ എ മോഷൻ ഓഫ് പെൻഡുലം ഇൻ എയർ, ഓപ്ഷൻ ബി മോഷൻ ഓഫ് ക്ലോക്ക് പെൻഡുലം മെയിൻറ്റെയിൻഡ് ബൈ ഗിയേഴ്സ്, ഓപ്ഷൻ സി ഫ്രീ വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോർക്ക്, ഓപ്ഷൻ ഡി മോഷൻ ഓഫ് കോർക്ക് ഓൺ വാട്ടർ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരുന്നത്?
മോഷൻ ഓഫ് ക്ലോക്ക് പെൻഡുലം മെയിൻറ്റെയിൻഡ് ബൈ ഗിയേഴ്സ്. അതായത് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കാരണം ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുന്നതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ക്ലോക്കിൻ്റെ കേസിൽ ആ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഗിയേഴ്സാണ്. അതായത് എക്സ്റ്റേണലി ഒരു ഗിയറിൻ്റെ പ്രവർത്തനം മൂലമാണ് ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റെസൊണൻസ്? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റെസൊണൻസിന് ഉദാഹരണമെന്നാണ് ചോദ്യം. ബ്രേക്കിംഗ് ഓഫ് എ ഗ്ലാസ് ബൈ സിംഗേഴ്സ് വോയിസ്, കാർ ഷോക്ക് അബ്സോർബേഴ്സ്, ട്യൂണിംഗ് ഫോർ വൈബ്രേഷൻ ഡൈയിങ് ഔട്ട്, പെൻഡുലം സ്ലോയിങ് ഡൗൺ. അതായത് ഒരു സിംഗറിൻ്റെ വോയിസ് കാരണം ഗ്ലാസ് പൊട്ടുന്നത്, കാറിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ പ്രവർത്തനം, ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ പതിയെ നിന്നു പോകുന്നത്, പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ സ്ലോ ആവുന്നത്. ഇതിലേതാണ് റെസൊണൻസിൻ്റെ ഉദാഹരണം? ഈ ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് ബൈ സിംഗേഴ്സ് വോയിസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻസ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ, വെൻ ദ സിംഗേഴ്സ് സൗണ്ട് ഫ്രീക്വൻസി മാച്ചസ് ദ ഗ്ലാസ് നാച്ചുറൽ ഫ്രീക്വൻസി, വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് ഗ്രോസ് അണ്ടിൽ ഇറ്റ് ബ്രേക്സ്. അതായത് അത് പൊട്ടുന്നത് വരെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? കൂടിക്കൊണ്ടിരിക്കുന്നു, രണ്ട് ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുമ്പോൾ. പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ കാർസ് ഷോക്ക് അബ്സോർബർ? അതായത് ഒരു കാറിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ ഫങ്ഷൻ എന്തെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഇൻക്രീസ് ഡാമ്പിങ്. അതായത് ഡാമ്പിങ് കൂട്ടുക എന്നതാണ് കാറിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ മെയിൻ ഫങ്ഷൻ. Explanation, shock absorbers dampen oscillations of vehicle suspension, preventing resonance and ensuring comfort. അതായത് ഷോക്ക് അബ്സോർബേഴ്സ് എന്ത് ചെയ്യുന്നു? ഡാമ്പ് ചെയ്യുന്നു ഓസിലേഷൻസ്. വണ്ടിയുടെ ഓസിലേഷൻസ് ഡാമ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ റെസിസ്റ്റ് ചെയ്യുന്നു. അത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു? കംഫർട്ട് എൻഷുർ ചെയ്യിപ്പിക്കുന്നു. അതായത് ഓസിലേഷൻസിൻ്റെ ആ ശക്തി കുറയ്ക്കുന്നത് ഇവിടെ ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. അടുത്ത ചോദ്യം, അറ്റ് റെസൊണൻസ് ദ എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡ്രൈവിംഗ് ഫോഴ്സ് ആൻഡ് ഓസിലേറ്റർ ഈസ് ഡാഷ്. അതായത് റെസൊണൻസ് ടൈമിൽ എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡ്രൈവിംഗ് സോഴ്സും ഓസിലേറ്ററും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മാക്സിമം എനർജി ട്രാൻസ്ഫർ ആണ്. എക്സ്പ്ലനേഷൻ, അറ്റ് റെസൊണൻസ് സിസ്റ്റം അബ്സോർബ്സ് മാക്സിമം എനർജി ബിക്കോസ് ഓഫ് പെർഫെക്റ്റ് ഫ്രീക്വൻസി മാച്ച്. അതായത് ഈ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. അപ്പോൾ രണ്ട് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? സിസ്റ്റം മാക്സിമം എനർജി അബ്സോർബ് ചെയ്യും. അടുത്ത ചോദ്യം, എ ചൈൽഡ് ഓൺ എ സ്വിങ് ഈസ് പുഷ്ഡ് പീരിയോഡിക്കലി, ദ സ്വിങ്സ് മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇതും പറഞ്ഞതാണ്. എന്താണ്? ഒരു കുട്ടിയെ ഊഞ്ഞാലിൽ നമ്മൾ ഇരുത്തി പീരിയോഡിക്കലി പുഷ് ചെയ്യുന്നു. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻ. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതുമൂലം ഒരു വസ്തു ചലിക്കുന്നതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡാംഡ് ഓസിലേഷൻ, ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേവ് മോഷനിലെ പ്രോഗ്രസീവ് വേവ്സ് ആണ്. സബ് ടോപ്പിക്കായിട്ട് വരുന്നത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.